ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാൻറ്റാസ്റ്റിക് ജേണി. ഒറ്റമൈൻഡിൽ തീരുമാനിച്ച യാത്രയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ കാലത്തെ 5:30 ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സും പുറപ്പെട്ടു. ആദ്യം പോകുന്നത് പെബിൾ ബീച്ചിലേക്കാണ്. പെബിൾ ബീച്ച് എന്ന് പറയുമ്പോൾ എന്താ പറയുക, നീല കടൽ എന്ന് തന്നെ പറയാം. അവിടെ നിന്നും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം വെയിൽ വരുന്നതിന് മുമ്പ് ഞങ്ങൾ നേരെ എത്തിയത് സിങ്ക് ഹോൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. സിങ്ക് ഹോൾ എന്ന് പറയുമ്പം ഭൂമിക്കടിയിലെ ഒരു വെള്ളക്കെട്ട് പോലെ. അവിടെ എത്തണമെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങിപ്പോകണം. അവിടെ നിന്നും കുറച്ച് എൻജോയ് ചെയ്ത് വെള്ളത്തിലൊക്കെ കളിച്ചതിന് ശേഷം നേരെ പോയത് ടി വി വാദിയിൽ ഏരിയയിലേക്കാണ്. വാദി ടി വി ഏരിയ എന്ന് പറയുമ്പം പച്ചപ്പും അരുവികളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് അധിക നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ വാദി ഷാമ്പിലേക്ക് പുറപ്പെട്ടു. വാദി ഷാമ്പ് എന്ന് പറയുമ്പോൾ 30 മിനിറ്റ് നടക്കേണ്ട ദൂരം ഉണ്ടായിരുന്നു. ആ ഒരു 30 മിനിറ്റ് ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, പോകേണ്ടി വന്ന്. എന്നാൽ കൈക്കുഞ്ഞായിട്ട് വരെ ആളുകൾ വരുന്നുണ്ട് കണ്ടപ്പോൾ ഞങ്ങളും എന്തുകൊണ്ട് ഞങ്ങൾക്കും കൂടി പോയിക്കൂടാ എന്നുള്ള മൈൻഡായി. പിന്നെ ഞങ്ങൾ ആ 30 മിനിറ്റ് നടക്കാൻ തീരുമാനിച്ചു. എന്നാൽ ആ 30 മിനിറ്റ് ഞങ്ങൾക്ക് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് സമ്മാനിച്ചത്. ഇതുവരെ കാണാത്ത വഴികളിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹണ്ടിങ്ങും വാട്ടറും അതുപോലെ കാഴ്ചകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇതൊരു അടിപൊളി സ്ഥലം തന്നെയാണ് വാദി ഷാബ്. അതുപോലെ വെയിലൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഈ ഒരു ഒറ്റ മൈൻഡ് സെറ്റുള്ള ഫ്രണ്ട്സ് ഉണ്ടാകുമ്പം അതൊന്നും ഞങ്ങൾക്ക് ഏൽക്കുന്ന കാര്യമേ ഉണ്ടായിരുന്നില്ല. കണ്ടില്ലേ, അടിപൊളി വൈബായിരുന്നു ഇവർ. നിവേദ്, അമല്, രാഹുലേട്ടൻ. അഭിയേട്ടനും അർച്ചനയ്ക്കും ഈ ട്രിപ്പിങ്ങിൽ വരാൻ പറ്റിയിരുന്നില്ല. അവർക്ക് വരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഈ ട്രിപ്പിങ്ങിൽ മിസ് ചെയ്തു. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നടന്ന് നീങ്ങിയാണ്. ആ കാഴ്ചകൾ നിങ്ങളും കൂടി കാണണം. ലീവ് ദിവസങ്ങളിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ചില്ല് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ട് തന്നെയാണ് ഈ വാദി ഷാബ് എന്ന് പറയുന്നത്. കുറേ സമയം ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, വെള്ളത്തിലും കരയിലും പാറക്കെട്ടുകളിലൊക്കെ. അതൊന്നും ഞങ്ങൾക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല സമയപരിധി മൂലം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.